എങ്ങോട്ടാണ് നമ്മുടെ ഈ നാടിന്റെ പോക്ക് മനസ്സിലാവാത്തത്? നമുക്ക് മറ്റൊരാളോട് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഇപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വിചാരിച്ചാൽ പറ്റും. കാരണം എന്താ അറിയോ? പോക്സോ വകുപ്പ് പ്രകാരം പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. അതിപ്പോൾ നമ്മളൊരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയിട്ട് രഹസ്യമൊഴി കൊടുത്താലും മതി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെ മുമ്പിൽ പോയിട്ട് രഹസ്യമൊഴി കൊടുത്താലും ആരും ഒന്ന് അറസ്റ്റ് ചെയ്യും. വേറെ ചോദ്യമൊന്നുമില്ല. ഫസ്റ്റ് FIR ഇടും, റിമാൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിരപരാധിത്വം നമ്മൾ എവിടെ തെളിയിക്കണം? നമ്മൾ കോടതിയിൽ തെളിയിക്കണം. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മാനാഭിമാനത്തിന് ഭയങ്കര വാല്യൂ ആണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എത്ര നിരപരാധിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാലും സമൂഹത്തിന്റെ മുമ്പിൽ എന്നും അദ്ദേഹത്തിന് ഒരു കറുത്ത പുള്ളി അവിടെ ഇട്ടുവെച്ചിട്ടുണ്ടാവും ആളുകൾ, അല്ലേ? കോടതി സത്യം മാത്രമേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ തെളിവുണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറിയോ നിയമ സംവിധാനത്തെയോ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ. നമ്മുടെ നാട് അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ നിയമം അങ്ങനെയാണ്. ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങളിൽ. എത്രയോ കാലങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷെ എന്ത് കാര്യം? ഇന്നും നിരപരാധികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. കുറ്റം ചെയ്ത ആളുകൾ അന്തസ്സായിട്ട് നമ്മുടെ നാട്ടിൽ വിലസി നടക്കുന്നുണ്ട്. പണത്തിനും ഇത് പരുന്തും പറക്കില്ല എന്ന് പറഞ്ഞില്ല, അതേപോലെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ ആളുകളോട് പെരുമാറി, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോടാണെങ്കിലും ചെറിയ കുട്ടികളോടാണെങ്കിലും ഇന്ന് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം നാളെ ഇത് തിരിഞ്ഞു മറിഞ്ഞ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക എൻ്റെ സുഹൃത്തുക്കളെ. എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ. അങ്ങനെ ഒരു ന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം നിരപരാധിയാണ് എന്ന് അറിയാനാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ എല്ലാവരും ബൈ.